കേരളം മയക്കുമരുന്നിന്റെ പിടിയിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ദിവസവും പത്രം തുറന്നാൽ ഒരുപാട് വാർത്തകൾ നമുക്ക് മയക്കുമരുന്ന് പിടിക്കുന്നതിനെ പറ്റി വായിക്കാൻ സാധിക്കും. മയക്കുമരുന്ന് പിടിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് പിടിക്കാതെ പോകുന്നു. ഇത് സ്കൂളിലും ഇന്നൊരു വിപത്താണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ ഇത് അറിയാതെ ഇതിന്റെ ഒരു ചെന്ന് പെടുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. സ്കൂളിൽ നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ അവരെ സുരക്ഷിതരായിട്ട് മടക്കി വരണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം മുൻനിർത്തിയാണ് ഹാപ്പി ഡോപ്പു എന്ന പേരിൽ ഒരു മലയാള മനോരമ വരുന്ന ദിവസങ്ങളിൽ ഒരു കളി എന്ന് പറയുമ്പോൾ ഒരു കാര്യമായിട്ടൊരു കളിയാണ്, ഒരു പ്രവർത്തന ശൈലിയിലുള്ള ഒരു കളിയാണ്. ആ കളി മലയാള മനോരമയുടെ പങ്ക്തിയിൽ കൂടെ പേജുകളിൽ കൂടെ വരുന്ന ഒക്ടോബർ 9 തുടങ്ങി നവംബർ 11 വരെയ്ക്ക് 28 ദിവസമാണെന്ന് തോന്നുന്നു. ഈ കളിയിൽ കൂടെ മയക്കുമരുന്നിനെ പറ്റിയുള്ള അവബോധം നമുക്ക് നൽകുകയാണ്, കുട്ടികൾക്ക് നൽകുകയാണ്. ഹാപ്പി ഡോപ്പു എന്ന പേരിലാണ് ഈ കാര്യമായിട്ടുള്ള ഈ കളി മലയാള മനോരമ പത്രത്തിൽ കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഡോപ്പു ഒരു കഥാപാത്രമാണ്, ഒരു കുട്ടിയുടെ പേരാണ്. ശരിക്ക് ആ കുട്ടിയുടെ പേര് ഡോപ്പു ആയിരുന്നോ എന്ന് എനിക്ക് തീർച്ചയില്ല. പക്ഷെ ഇത് ഒരു യഥാർത്ഥ കഥയാണ്. ഒരു കുട്ടി എങ്ങനെ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കഥയാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് അതൊരു മാതൃകയാണ്. അതെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഈ പങ്ക്തിയിൽ കൂടെ, ഈ കളിയിൽ കൂടെ, ഈ സീരിയസ് ആയിട്ടുള്ള ഈ കാര്യമായിട്ടുള്ള ഒരു കളിയിൽ കാര്യമുണ്ട്. ഇത് കാര്യമായിട്ടുള്ളൊരു കളിയാണ്, ഒരു പ്രവർത്തന ശൈലിയിലുള്ള കളിയാണ്. അതിനകത്ത് പങ്കുചേർന്നാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ കുട്ടികളെ, കേൾക്കുന്ന കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും നിങ്ങളുടെ കുട്ടികളെ, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് പങ്കുചേരണം. ഈ 28 ദിവസത്തെ ഈ സീരിയസ് ആയിട്ടുള്ള ഈ കളിയിൽ പങ്കുചേരണം. അത് മുഖേന നിങ്ങൾക്ക് എങ്ങനെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് സമ്മാനങ്ങൾ മലയാള മനോരമ നൽകുന്നുണ്ട്. ദിവസവും ഡെയിലി സമ്മാനം, ദിവസ സമ്മാനം, അവസാന സമ്മാനം, സ്കൂളുകൾക്ക് സമ്മാനം, കുട്ടികൾക്ക് സമ്മാനം തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്നവരാണ്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. പക്ഷെ സമ്മാനത്തിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവനാണ് ഏറ്റവും വലിയ സമ്മാനം. ആ ജീവന് വേണ്ടി, അവരുടെ നല്ല സുരക്ഷിതമായിട്ടുള്ള ജീവന് വേണ്ടി ഇതിനകത്ത് പങ്കുചേരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ. ഇതിന്റെ വിശദാംശങ്ങൾ ഒക്ടോബർ 5 തീയതിയുടെ മലയാള മനോരമയിലും ഒക്ടോബർ 26 മലയാള മനോരമയിലും നമുക്ക് വായിക്കാൻ സാധിക്കും. അത് നിങ്ങൾ വായിക്കണം. വായിച്ചുകൊണ്ട് ഇത് കുട്ടികളെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു മുൻകരുതൽ ആയിട്ട് നിങ്ങളിത് കാണണം. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കളിയാണ്. ഞാൻ ഇതിനകത്ത് പങ്കുചേരാൻ പോകുന്ന നിങ്ങളെല്ലാവരും പങ്കുചേരണം. കുട്ടികളെല്ലാവരും പങ്കുചേരണം. നേരിട്ടും സ്കൂളും വഴിക്കുമാകാം. പങ്കുചേരാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നേരത്തെ കൂട്ടി തന്നെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാള മനോരമയും ഒരു പത്രം ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ ഒരു കളി, ഒരു ഗെയിം, ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ഗെയിം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മാതൃക നമുക്ക് എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഞാൻ നേരത്തെ കൂട്ടി ആശംസിക്കുകയാണ്. മനോരമേനെ ആശംസിക്കുന്നു, മലയാള മനോരമേനെ ആശംസിക്കുന്നു. ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എനിക്ക് കേരളം വരുന്ന വർഷങ്ങളിൽ ഒരു മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമായി മാറട്ടെ. അങ്ങനെ മാറിയാൽ നിങ്ങളുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും അതിന്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടാൻ സാധിക്കും. അതിന്റെ നന്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെയും ഓരോരുത്തരെയും, മാതാപിതാക്കൾ ഓരോരുത്തരെയും, മനോരമയെ ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. നന്ദി, നമസ്കാരം.